നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 12:02 കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കൊല്ലവർഷം 12:02 കുംഭം രാശിക്കാർക്ക് പ്രാരംഭ വെല്ലുവിളികളെ അതിജീവിച്ച് വ്യക്തിജീവിതത്തിലും സാമ്പത്തിക രംഗത്തും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷമാണ്. വർഷത്തിന്റെ മധ്യഭാഗം പിന്നിടുന്നതോടെ സാഹചര്യങ്ങൾ അനുകൂലമായി മാറുകയും ദീർഘകാലമായി വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ഉത്തമ പങ്കാളിയെ ലഭിക്കുവാനുമുള്ള യോഗം തെളിയുകയും ചെയ്യും. ബിസിനസ്സിൽ മികച്ച പങ്കാളിത്തങ്ങളും പുരോഗതിയും ക്രമാനുഗതമായ സാമ്പത്തിക ഭദ്രതയും കൈവരിക്കാനാകും. എങ്കിലും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 2027 ജൂൺ വരെ രണ്ടാം ഭാവത്തിൽ ഏഴര ശനിയുടെ അവസാന പാദം തുടരുന്നതിനാൽ ധനകാര്യങ്ങളിലും സംസാരത്തിലും അതീവ ജാഗ്രത അനിവാര്യമാണ്. ഒപ്പം 6-ലെ വ്യാഴ സഞ്ചാരം ആരോഗ്യപരമായ അസ്വസ്ഥതകൾക്കും അപ്രതീക്ഷിത ചെലവുകൾക്കും കാരണമായേക്കാം. കൃത്യമായ ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ടു പോയാൽ ഏഴര ശനി പൂർണ്ണമായി ഒഴിഞ്ഞു 3-ാം ഭാവത്തിലേക്ക് എത്തുന്ന ശനിയുടെയും 7-ലെ വ്യാഴമാറ്റത്തിന്റെയും പൂർണ്ണ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ വലിയ മുന്നേറ്റം സ്വന്തമാക്കാൻ സാധിക്കും. ഗ്രഹസ്ഥിതി വ്യാഴം തുടക്കത്തിൽ കർക്കടക രാശിയിൽ സഞ്ചരിക്കുകയും തുടർന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ജന്മജാതകത്തിൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്നവർക്ക് കഠിനാധ്വാനത്തിലൂടെ പ്രതിസന്ധികളെയും ശത്രു തടസ്സങ്ങളെയും മറികടക്കാനാകും. ചിങ്ങത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നതോടെ വിവാഹകാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങളും ബിസിനസ്സിൽ മികച്ച പങ്കാളിത്തവും ലാഭവും ഉറപ്പാകും. എന്നാൽ വ്യാഴത്തിന്റെ സ്ഥാനബലം കുറഞ്ഞവർ 6-ാം ഭാവത്തിലെ സഞ്ചാരവേളയിൽ ആരോഗ്യകാര്യങ്ങളിലും കടബാധ്യതകളിലും കർശനമായ ജാഗ്രത പുലർത്തണം. രാശ്യാധിപനായ ശനി വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മീനം രാശിയിൽ തുടരുകയും 2027 ജൂണോടെ 3-ാം ഭാവമായ മേടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ശനി അനുകൂലമായി നിൽക്കുന്നവർക്ക് ശനി മുന്നിലേക്ക് മാറുന്നതോടെ ഏഴര ശനി പൂർണ്ണമായി സമാപിച്ച് ആത്മധൈര്യം, പുതിയ സംരംഭങ്ങൾ, വലിയ കർമ്മ വിജയം എന്നിവ കൈവരും. ശനി പ്രതികൂലമായി നിൽക്കുന്നവർ ആദ്യഘട്ടത്തിൽ സംസാരത്തിലും കുടുംബകാര്യങ്ങളിലും പക്വത പുലർത്തുകയും ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുകയും വേണം. രാഹുവും കേതുവും യഥാക്രമം 1-7 ഭാവങ്ങളിലും തുടർന്ന് 12-6 ഭാവങ്ങളിലേക്ക് മാറുന്നു. തുടക്കത്തിൽ മാനസിക സമ്മർദ്ദങ്ങളും പങ്കാളിത്തത്തിൽ അനിശ്ചിതത്വങ്ങളും വരാതെ ശ്രദ്ധിക്കണം. അടുത്ത മാറ്റത്തോടെ ശത്രുജയവും തൊഴിൽ വിജയവും സാധ്യമാവുകയും മാനസികാരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. പൊതുഫലങ്ങൾ: വർഷത്തിന്റെ ആദ്യഘട്ടത്തിലെ ജോലിഭാരവും സമ്മർദ്ദങ്ങളും മാറി 7-ാം ഭാവത്തിലെ വ്യാഴമാറ്റത്തോടെ തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളും അർഹമായ സ്ഥാനക്കയറ്റങ്ങളും സ്വന്തമാക്കാനാകും. പുതിയ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണെങ്കിലും സാമ്പത്തിക രേഖകളിൽ വ്യക്തത പുലർത്തി മുന്നോട്ടു പോവുക. വിദ്യാർത്ഥികൾ ചിട്ടയായ പഠനത്തിലൂടെ മുന്നേറിയാൽ മത്സര പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും പ്രവേശനങ്ങളിലും മികച്ച നേട്ടമുണ്ടാകാം. പ്രാരംഭഘട്ടത്തിൽ അപ്രതീക്ഷിത ചെലവുകൾ നേരിടേണ്ടി വരുമെങ്കിലും സാമ്പത്തിക അച്ചടക്കത്തിലൂടെ പണമിടപാടുകൾ ക്രമീകരിക്കാനും വർഷമധ്യത്തോടെ മികച്ച സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനും സാധിക്കും. എങ്കിലും 2-ലെ ശനിയുടെ സ്വാധീനം നിലനിൽക്കുന്നിടത്തോളം കാലം അനാവശ്യ ധനസഹായങ്ങൾ ഒഴിവാക്കിയില്ല എങ്കിൽ കടബാധ്യതകൾ വർദ്ധിക്കാം. ദീർഘനാളായി കാത്തിരുന്ന വിവാഹ ആലോചനകൾ സഫലമാകും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിച്ച് പുതിയ സന്തോഷങ്ങൾ വന്നുചേരും. ആദ്യ പകുതിയിൽ സംസാരത്തിൽ സംയമനം പാലിക്കുന്നത് കുടുംബ സമാധാനം നിലനിൽക്കാൻ സഹായിക്കും. സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളുടെ പിന്തുണ ലഭിക്കും. ശാരീരിക ക്ഷീണവും മാനസിക സമ്മർദ്ദങ്ങളും ഒഴിവാക്കാൻ കൃത്യമായ വ്യായാമവും സമീകൃത ആഹാരവും ശീലമാക്കുക. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട ദൂരയാത്രകൾ നേട്ടങ്ങൾ കൊണ്ടുവരും. പുതിയ വസ്തു വാഹന ക്രയവിക്രയങ്ങളിൽ രേഖകൾ കൃത്യമായി പരിശോധിക്കുന്നത് സുരക്ഷിതത്വം ഉറപ്പാക്കും. നിത്യേനയുള്ള ആത്മപരിശോധനയിലൂടെ മനസ്സിന് പൂർണ്ണ ശാന്തി കൈവരും. മാസാടിസ്ഥാനത്തിലുള്ള ഫലങ്ങൾ: ചിങ്ങം പൊതുരംഗത്ത് പ്രശസ്തി വർദ്ധിക്കും. പങ്കാളികളുമായി ഈഗോ ഒഴിവാക്കി സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുക. കന്നി സാമ്പത്തിക രേഖകളിലും നികുതി കാര്യങ്ങളിലും അതീവ ജാഗ്രത വേണം. ആരോഗ്യത്തിൽ അശ്രദ്ധ കാണിക്കരുത്. തുലാം പിതൃതുല്യരുമായുള്ള ആശയവിനിമയത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യണം. ദൂരയാത്രകളിൽ പ്ലാനിംഗ് വേണം. വൃശ്ചികം ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും പുതിയ ചുമതലകളും അർഹമായ അംഗീകാരങ്ങളും കൈവരും. ധനു സാമ്പത്തിക സ്രോതസ്സുകൾ വിപുലമാകും. മുതിർന്നവരിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കും. മകരം അപ്രതീക്ഷിത ചെലവുകൾ നിയന്ത്രിക്കാൻ ബജറ്റ് സൂക്ഷിക്കണം. ആരോഗ്യത്തിൽ കരുതൽ വേണം. കുംഭം ഉദര നേത്ര അസ്വസ്ഥതകളിൽ ശ്രദ്ധിക്കുക. മുൻകോപം നിയന്ത്രിക്കുന്നത് പ്രവർത്തന വിജയം തരും. മീനം ധനമിടപാടുകളിൽ വ്യക്തത പുലർത്തണം. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ പക്വത കാട്ടുക. മേടം പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അസാമാന്യ ആത്മവിശ്വാസവും സഹോദര പിന്തുണയും ലഭിക്കും. ഇടവം ഗാർഹിക അന്തരീക്ഷത്തിൽ സമാധാനം നിലനിർത്തണം. വീട്, വാഹനം എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും. മിഥുനം സർഗാത്മക പദ്ധതികൾ വിജയിപ്പിക്കാനാകും. മത്സര പരീക്ഷകളിൽ മികച്ച ഏകാഗ്രത ലഭിക്കും. കർക്കിടകം തൊഴിൽ തടസ്സങ്ങളും നിയമപരമായ സങ്കീർണതകളും നീങ്ങി കാര്യവിജയവും രോഗശമനവും കൈവരും. പ്രത്യേക ഗ്രഹമാറ്റങ്ങൾ: മേട വിഷു സംക്രമ ഫലം:
മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾ പുനരാരംഭിക്കാനുള്ള അസാമാന്യ മനക്കരുത്തും ആശയവിനിമയ രംഗത്തും വ്യാപാര മേഖലയിലും മികച്ച മുന്നേറ്റങ്ങളും ഈ സംക്രമം സമ്മാനിക്കും. വ്യാഴമാറ്റം തുടക്കം മുതൽ 2026 ഒക്ടോബർ 31 വരെ കർക്കിടക രാശിയിലുള്ള സഞ്ചരിക്കുന്നതിനാൽ കഠിനാധ്വാനത്തിലൂടെ വെല്ലുവിളികളെ അതിജീവിക്കുവാനും എതിർപ്പുകളെ നിർവീര്യമാക്കാനും സാധിക്കും. വ്യാഴമാറ്റം 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി വരെ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ വിവാഹാലോചനകൾ സഫലമാകുകയും ബിസിനസ് പങ്കാളിത്തങ്ങളിലൂടെ വലിയ സാമ്പത്തിക പുരോഗതി തെളിയുകയും ചെയ്യും. വ്യാഴത്തിന്റെ വക്രസഞ്ചാരം 2027 ജനുവരി മുതൽ 2027 ജൂൺ 26 വരെ കർക്കിടകത്തിലേക്ക് തിരികെ നിൽക്കുന്നതിനാൽ ആരോഗ്യ പരിപാലനത്തിലും സാമ്പത്തിക ആസൂത്രണത്തിലും പൂർണ്ണ ശ്രദ്ധ പുലർത്തണം. വ്യാഴം നേർഗതിയിൽ 2027 ജൂൺ 26 മുതൽ 2027 നവംബർ 26 വരെ വീണ്ടും ചിങ്ങത്തിൽ സ്ഥിരപ്പെടുന്നതോടെ പൊതുരംഗത്ത് പ്രശസ്തിയും സാമൂഹികമായ വലിയ അംഗീകാരങ്ങളും ഉറപ്പാക്കും. രാഹു കേതു പ്രഭാവം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പങ്കാളിത്തങ്ങളിൽ പരസ്പര വിശ്വാസം ആവശ്യപ്പെടുന്നു. അടുത്ത മാറ്റത്തോടെ ശത്രുഭയം ഇല്ലാതാകുകയും സർവകാര്യ വിജയം കൈവരികയും ചെയ്യും. ശനി സഞ്ചാരവും 7 ശനി സമാപ്തിയും 2027 ജൂൺ വരെ മീനം രാശിയിൽ തുടരുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിലും സംസാരത്തിലും വിവേകം വേണം. തുടർന്ന് മേടത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ 7 ശനി പൂർണ്ണമായി ഒഴിഞ്ഞ് വലിയ ആശ്വാസവും സർവ്വതോന്മായ അഭിവൃദ്ധിയും സമ്മാനിക്കും. ശനി മൗഢ്യം മീനത്തിൽ ശനിക്ക് മൗഢ്യം വരുന്ന വേളയിൽ കുടുംബകാര്യങ്ങളിലും സാമ്പത്തിക തീരുമാനങ്ങളിലും ക്ഷമയും വ്യക്തതയും പാലിക്കുക. സൂര്യന്റെ നീചസ്ഥിതി തുലാമാസത്തിൽ പിതൃതുല്യരുമായുള്ള ബന്ധങ്ങളിലും സുപ്രധാന കരാറുകളിലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക. ശ്രദ്ധിക്കേണ്ടവ: വ്യാഴം 7ാം ഭാവത്തിലേക്ക് മാറുന്ന സുപ്രധാന സമയം പ്രയോജനപ്പെടുത്തി വിവാഹാലോചനകൾ അന്തിമമാക്കുകയും ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യുക. 6ലെ വ്യാഴവും 2ലെ ശനിയും സാമ്പത്തിക ജാഗ്രത ആവശ്യപ്പെടുന്നതിനാൽ അനാവശ്യ ദൂർത്ത് ഒഴിവാക്കുകയും നിലവിലെ ബാധ്യതകൾ തീർക്കാനും മുൻഗണന നൽകുകയും ചെയ്യുക. ശനി 3ാം ഭാവത്തിലേക്ക് കടക്കുന്നതോടെ 7 ശനി അവസാനിക്കുന്നതിനാൽ ആത്മവിശ്വാസത്തോടെ പുതിയ സംരംഭങ്ങൾ പുനരാരംഭിക്കുക. മാനസിക സമ്മർദ്ദങ്ങളും ശാരീരിക അസ്വസ്ഥതകളും ശമിപ്പിക്കാൻ കൃത്യമായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണരീതിയും ജീവിതശൈലിയിലൂടെ ഭാഗമാക്കുക. കൊല്ലവർഷം 1202 കുംഭം രാശിക്കാർക്ക് ദീർഘകാലത്തെ പരീക്ഷണങ്ങൾക്ക് സമാപ്തി കുറിച്ച് പുതിയൊരു ജീവിത പ്രഭാതം സമ്മാനിക്കുന്ന വർഷമാണ്. തുടക്കത്തിലെ സാമ്പത്തിക ആരോഗ്യ വെല്ലുവിളികളെ ക്ഷമയോടെ നേരിട്ട 7 ശനി ഒഴിഞ്ഞു മുന്നിലെത്തുന്ന ശനിയുടെ കരുത്തും 7ലെ വ്യാഴാനുഗ്രഹവും ഉചിതമായ ഗ്രഹദോഷ പരിഹാരങ്ങളിലൂടെ സമന്വയിപ്പിച്ചാൽ ദാമ്പത്യ സൗഖ്യവും വിപുലമായ ബിസിനസ് വിജയവും സാമ്പത്തിക ഭദ്രതയും സ്വന്തമാക്കാൻ കുംഭം രാശിക്കാർക്ക് സാധിക്കും.